നോക്കാൻ പറഞ്ഞാനാ എന്നെ പിടിച്ച് പുറത്താക്കിയത്. ഞാൻ വരണോ? ഇവളെ പിടിച്ചോ. ഇതൊക്കെ നോക്കിയേ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാ അല്ലേ? ആരും വരണ്ട, ഞാൻ നോക്കിക്കോളാം. അല്ല അർച്ചന, ഞാൻ സന്ദീപ് മേഡം, നീ എന്ത് ചതിയടാ കാണിച്ചത്? ഇവന്റെ വാക്കും കേട്ട് നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോന്ന് അറിഞ്ഞിട്ട് പോരായിരുന്നോ? എന്റെ പൊന്നേട്ടാ, ഇവളിങ്ങനെ ചതിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഒന്നും അറിയാത്ത രണ്ട് ഇള്ള കുട്ടികൾ നിൽക്കുന്ന കണ്ടില്ലേ? എന്തായടാ? ഇതുവരെ ഒന്നും ആയില്ല, നോക്കിക്കൊണ്ടിരിക്കുക. അതിന് നീ എന്തിനാ ഇത്ര നാണിക്കുന്നത്? നോക്ക് നോക്ക്, ഏട്ടന് നാണുന്നുണ്ടോ? എടാ, ഇതൊക്കെ ലോകത്ത് സർവ്വസാധാരണ. നിനക്കിത് ആദ്യമായതുകൊണ്ട് ഇത്രയ്ക്ക് ടെൻഷൻ. അതിന് എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് ആര് പറഞ്ഞു? നിന്റെ മുഖം കണ്ടറിഞ്ഞൂടെ? ഇങ്ങനെയാണെങ്കിൽ ലേബർ റൂമിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? ആ മോളെ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഓ, അറിഞ്ഞു. ഇന്ന് ഈ വീട്ടിൽ സന്തോഷത്തിന്റെ ദിവസം. സന്തോഷിക്കാൻ പ്രഗ്നൻസി കൺഫേം ഒന്നും ആയില്ലല്ലോ. നീ ടെൻഷൻ അടിക്കാതിരിക്കേ, എല്ലാം ഓക്കെ ആയിരിക്കും. ആ ഇതിനെയൊന്നും പ്രസവിച്ച് വളർത്താന്ന് നീയൊന്നും ഈ ജന്മത്ത് കരുതണ്ട. എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് മാത്രമേ നിനക്കൊക്കെ കുഞ്ഞുങ്ങൾ ഈ നെല്ലിശ്ശേരിയിൽ ജനിക്കൂ. അതിനു മുമ്പ് ഈ ഭൂമിയിൽ പിറക്കാനുള്ള ആയുസ് അവറ്റകൾക്കുണ്ടാവില്ല. ഇവളുമാരുടെയൊക്കെ ഗർഭത്തിൽ നിന്ന് തന്നെ അതിനെയൊക്കെ തിരിച്ചയക്കും ഞാൻ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, നിനക്ക് സുഖാണല്ലോ അല്ലേ? എനിക്കൊരു അസുഖവുമില്ല. അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. അല്ല, വേറൊന്നും കൊണ്ടല്ല. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അസുഖങ്ങൾ വരുന്നത് നല്ലതല്ല, അതുകൊണ്ട് പറഞ്ഞതാ. മനസ്സിലായി. എന്തായാലും എന്റെ പ്രഗ്നൻസിയെ കുറിച്ച് അവരുടെ അടുത്തേക്ക് ഇത്രയും കരുതലുണ്ടല്ലോ, അതും മതി. സച്ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. തൽക്കാലത്തേക്ക് അഭിനന്ദനങ്ങൾ വേണ്ട. മനുഷ്യനോട് ടെൻഷൻ അടിച്ച് നിൽക്കുക. അകത്തിന് എന്തായോ എന്തോ.
എടുത്തി എന്താ വാതിൽ തുറക്കത്തെ? അറിയില്ല. ടെസ്റ്റ് ചെയ്യാൻ ഇത്രയ്ക്ക് സമയമൊന്നും വേണ്ട. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നിനക്കത് വേണ്ടി വന്നിട്ടില്ല. അമ്പലത്തിൽ ബോധം കെട്ടി വീണപ്പോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകല്ലായിരുന്നോ? എന്തായാലും ഇവൾക്കൊരു കൂട്ടായി. ആദ്യം പോസിറ്റീവ് ആണോന്ന് അറിയട്ടെ. ഇവളെന്താ മുറിയടച്ച് ധ്യാനത്തിലിരിക്കുവാണോ? എല്ലാവരും ടെൻഷനോടെ വാതിക്ക് നിൽക്കുന്നുണ്ടെന്ന് അവക്ക് നല്ലതുപോലെ അറിയാം. അതിനുള്ള ബിൽഡപ്പാണിതെല്ലാം. ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയാലോ? അതൊന്നും വേണ്ടച്ചാ. ഞാനൊന്ന് വിളിക്കട്ടെ. എന്തായി? എന്തായി അർച്ചന? ചേച്ചി പോസിറ്റീവ് അല്ലേ? നോക്ക്, റെഡ് മാർക്ക് 2 തെളിഞ്ഞില്ലേ? നോക്ക്. നോക്കട്ടെ. സക്സസ്. ഇവന്റെ ഒരു കാര്യം. അർച്ചന, ഈശ്വര, എത്ര നാളായി ഇങ്ങനൊരു സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എടുത്തി കൺഗ്രാറ്റ്സ് സച്ചേട്ടാ. മോളെ, നന്നായി വരും. നിന്റെ പ്രാർത്ഥനയും കഷ്ടപ്പാടും ഒന്നും വെറുതെ ആയില്ല മോളെ. ഈ അച്ഛൻ മോൾക്ക് വേണ്ടി മനസ്സുരുകി എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാമോ? കിളവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? ഇവിടെ നിന്നിട്ട് എനിക്ക് തന്നെ അപമാനം തോന്നുന്നു. ഇവക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയി. സാരമില്ല, ഇപ്പൊ എല്ലാരും സന്തോഷിക്കട്ടെ. കുറച്ചു കഴിയുമ്പോ എല്ലാരും ദുഃഖിക്കും, കരയും, കരയിപ്പിക്കും ഞാൻ. അവന്തികെ, നിങ്ങൾ രണ്ടുപേരും കൂടിയാ മല കയറി പ്രാർത്ഥിക്കാൻ പോയത്. ഇപ്പോ അർച്ചനയ്ക്ക് വിശേഷായി. നിനക്ക് സന്തോഷമില്ലേ മോളെ? പിന്നില്ലാതെ. എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. എനിക്കന്ന് നേർച്ച പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ. അധികം താമസിയാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം മാത്രം അനുഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? ആദ്യം നിങ്ങളുടെ മോന്റെ മനസ്സ് മാറണ്ടേ? മോള് അർച്ചനയോടൊന്നും പറഞ്ഞില്ലല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാരും ഒന്ന് മാറിക്കേ. ഞാൻ ഈ മധുരം ഒന്ന് കൊടുത്തോട്ടെ. സച്ചേട്ടാ, ഈ ലഡു എടുത്ത് അർച്ചന എടുത്തേക്ക് കൊടുത്തേ. എടുത്ത് കൊടുക്കേട്ടാ. എന്തിനാ നാണിക്കുന്നേ? എടാ, നീ ഒരു അച്ഛനാകാൻ പോവല്ലേ? ആദ്യം അർച്ചനയ്ക്ക് മധുരം കൊടുക്കേ.
എല്ലാരും എടുത്തേ. അല്ലെങ്കിൽ വേണ്ട, അർച്ചന എടുത്ത് തന്നെ എടുത്തു കൊടുത്തേ. അതെ. ദാ. ദാ അച്ഛാ. എല്ലാവരോടുമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാര്യത്തിനും അർച്ചന ഇനി ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും കൂടി നോക്കണം. കാത്തിരുന്ന് കിട്ടിയ നിധിയായത്. പ്രസവം വരെ ഇനി അർച്ചനയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല, ചെറിയ ചെറിയ ജോലികളൊക്കെ എടുക്കാം. ആ ഏട്ടാ, ഉടൻ തന്നെ ഡോക്ടറെ പോയി കാണണം. എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കൊരു കൂട്ടായല്ലോ. അതെ, മതി 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 മതി. എല്ലാരും ഇങ്ങനെ വട്ടം കൂടി നിൽക്കണ്ട. കുറച്ചു നേരം ഇവര് രണ്ടുപേരെ ഒന്ന് തനിച്ചു വിടാം. ഏട്ടത്തി, നിങ്ങൾ ചെല്ല്. ചെല്ല്. വാ. അമ്മ പോയി തൊഴുതു. ഞാൻ അപ്പോഴേക്കും വഴിപാട് രസീതാക്കിയിട്ട് വരാം. ആയടാ, ആ. അച്ഛൻ്റെ പേരിലെ ഒരു സന്താന ഗോപാല പൂജ കൊണ്ട് എഴുതിയേക്കണേ. ശരി അമ്മ. എന്റെ ദേവി, അനുഗ്രഹിക്കണേ. അർച്ചനയ്ക്ക് വിശേഷം എന്തെങ്കിലും ആയോ? ഇല്ല തിരുമേനി. അന്ന് പൂജിച്ചു തന്ന നെയ്യ് സേവിക്കുന്നില്ലേ? ആ ഉണ്ട്. ആ നെയ്യ് സേവിച്ചാൽ നിശ്ചയമായും ഫലം ഉണ്ടാവും. പ്രാർത്ഥിച്ചോളൂ, എല്ലാം മംഗളമായി നടക്കും. ദേവി, ആ, എന്താ അതിര്? ആണോ? ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. ആ, ദേ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആ, അല്ല, ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ നിൽക്കുക. ആ, ശരി ശരി. അമ്മേ, അമ്മേ, എന്താടാ? അമ്മേ, നമുക്ക് ഇപ്പൊ തന്നെ നെല്ലിശ്ശേരിയിലേക്ക് പോണം. ഇപ്പോഴോ? ആ, എന്തിന്? എടാ, നെല്ലിശ്ശേരി പോണ കാര്യമൊന്നും നമ്മൾ അച്ഛനോട് പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ ഫോണിൽ വിളിച്ച് പറയാം. ദേ, നമുക്ക് ഇവിടുന്ന് നേരെ നെല്ലിശ്ശേരിയിലേക്ക് പോവാം. എന്താടാ കാര്യം? നിനക്കിതെന്ത് പറ്റി? പറ്റിയത് എനിക്കല്ല,
അച്ഛന അച്ഛൻ എന്ത് പറ്റി? അമ്മേ, അച്ഛന് വിശേഷമുണ്ടെന്ന്. സത്യമാണോ മോനെ? ആരാ നിന്നോട് പറഞ്ഞത്? ആദരിപ്പ് വിളിച്ചു. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. തിരുമേനി, അത് പിന്നെ അച്ഛനൊക്കെ വിശേഷമുണ്ടെന്ന്. ഇപ്പൊ ഇവര് ഫോൺ വന്നതേ ഉള്ളൂ. നന്നായി, ദേവി അനുഗ്രഹിച്ചല്ലോ. ദേവിയുടെ മുന്നിൽ പൂജിച്ച ആ നെയ്യ് സേവിച്ച ആർക്കും ഇതുവരെ ഫലം ഉണ്ടാകാതിരുന്നിട്ടില്ല. മോളുടെ അടുത്തേക്ക് പോകുന്നില്ലേ? ഇപ്പൊ തന്നെ പോവുക. 2 ദിവസം കഴിഞ്ഞ് കുട്ടിയും കൂട്ടി വന്ന് ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചോളൂ. എല്ലാം ഭംഗിയാവും. ദേവി, വാ പോവാം. എടാ, പ്രദക്ഷിണം തീർന്നിട്ടില്ല. അതൊക്കെ ഇനി അടുത്ത തവണ ആവാം. അമ്മ വാ. എന്റെ ദേവി, അതൊക്കെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സച്ചേട്ടാ. ഈ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, സങ്കടങ്ങൾ, അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് കരച്ചിൽ വരിക. സന്തോഷിക്കേണ്ട സമയത്ത് താനെന്തിനോട് കരയുന്നേ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലേ? ഇത് കൂടുതൽ സന്തോഷിക്കാൻ നമുക്ക് വേറെന്ത് വേണം? ഒരു പെണ്ണിന്റെ ജീവിതം പൂർണ്ണമാവുന്നത് അവൾ അമ്മയാവുമ്പോഴാണെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ആ സന്തോഷം ഇപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ കൂടെ അമ്മ മാത്രമല്ല, ഒരു അച്ഛനും കൂടിയാണ് ജനിക്കുന്നത്. തന്റെ ഉള്ളിലുള്ള സന്തോഷം അതേ അളവില് എന്റെ ഉള്ളിലും ഉണ്ട്. എത്രയോ നാളായി നമ്മൾ ഈ നിമിഷം സ്വപ്നം കാണുന്നു. ഒരു കുഞ്ഞുണ്ടാവാത്തതിന്റെ പേരില് എന്തെല്ലാം കേട്ടു. പ്രസവിക്കാൻ കഴിയാത്തവളെന്ന് വരെ ചിലര് പറഞ്ഞു. അതൊന്നും ഇനി ഓർക്കണ്ട. നെഗറ്റീവായി നമ്മുടെ ലൈഫിൽ സംഭവിച്ചതെല്ലാം നമുക്ക് മറക്കാം. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം. വരാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് മാത്രം നമുക്ക് സ്വപ്നം കാണും. ഇനി അങ്ങോട്ട് അത് മാത്രം ആലോചിച്ചാൽ മതി. മോളറിഞ്ഞോ? അമ്മയുടെ വയറ്റില് കുഞ്ഞാവയുണ്ട്. ഒരു അനിയൻ ബാവ. അനിയമ്മാവയെന്ന് സച്ചേട്ടങ്ങ് തീരുമാനിച്ചോ? ചിലപ്പോ അനിയത്തിയാണെങ്കിലോ? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അനിയനായാലും അനിയത്തിയായാലും നമുക്ക് ഒരുപോലെയല്ലേ? എന്നാലും സച്ചേന്റെ ഉള്ളിലെ ആഗ്രഹമല്ലേ അറിയാതെ പുറത്തു വന്നത്. ആ നാവ് പൊന്നായിരിക്കട്ടെ. ഒരു മോനും ഒരു മോളും. നല്ല രസമായിരിക്കല്ലേ സച്ചേട്ട? ആ കാഴ്ച മനസ്സിൽ കാണുമായിരുന്നു ഞാൻ. ഈ മുറ്റത്ത് ഓടിക്കളിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പിന്നാലെ കളിച്ചും ചിരിച്ചും താനും ഞാനും. അങ്ങനൊരു ചിത്രം ഒന്ന് ഓർത്തു നോക്കിയേ. താൻ പറഞ്ഞ പോലെ നല്ല രസമായിരിക്കും. നമ്മുടെ ആ ലോകത്ത് നമ്മൾ 4 പേര് മാത്രം.